എൻ്റെ പേര് സോണി സുഭാഷ്. ഞാൻ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലാണ് വർക്ക് ചെയ്യുന്നത്. കുറച്ച് നാളായിട്ട് എനിക്ക് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ACL ടിയർ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല പെയിൻ ബോഡിയിലുണ്ടായിരുന്നു. ലെഗ് പെയിൻ ഒക്കെ കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ തനുമന്ത്ര എന്ന് പറയുന്ന ഹോസ്പിറ്റൽ മാനന്തവാടിയിൽ പോയപ്പോഴാണ് ഒരു ഡാൻഡ്രഫിന്റെ ട്രീറ്റ്മെന്റും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് എടുത്തോളൂ. അപ്പൊ അവിടെ IC ആയുർവേദിക് ഹോസ്പിറ്റൽ പച്ചിലക്കാട് അവിടേക്ക് റെഫർ ചെയ്തു. അങ്ങനെ ഡോക്ടർ അടുത്ത് വന്നപ്പോഴാണ് പുള്ളി ഇതുപോലെ ട്രീറ്റ്മെന്റിന് അഡ്മിറ്റ് ആവണം, അപ്പോൾ കുറച്ച് 10 ദിവസം എടുക്കുമെന്ന് പറയുന്നത്. അപ്പൊ വെക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അന്ന് അഡ്മിറ്റ് ആകാനായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ ഓണം വെക്കേഷൻ ടൈമിലാണ് ഞാൻ ഇവിടെ അഡ്മിറ്റ് ആകുന്നത്. വളരെ നല്ല രീതിയിലുള്ള അനുഭവങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം ആദ്യം വരുമ്പോൾ നമുക്ക് ഒരു വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെയുള്ള സ്റ്റാഫിന്റെ നമ്മളോടുള്ള സ്നേഹവും കരുതലും അല്ല എല്ലാ കാര്യങ്ങളും അവരുടെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അവര് കാരണം എല്ലാവരും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഓരോ ദിവസവും നമുക്ക് ആദ്യത്തെ ഒരു 5 ദിവസം നെയ്യ് കുടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായി. പക്ഷെ അത് ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷെ നമ്മളതൊക്കെ അവരുടെ ആ ഒരു ഇതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ നല്ല സ്നേഹത്തോടു കൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മളോട് അവർ പറയുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു. ഇന്ന് 8 ദിവസമായി. ഇപ്പോഴേക്ക് ഞാൻ നല്ല ആദ്യം വന്നതിൽ നിന്ന് നല്ല ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാലും എന്താ പറയാ, മോർ ബെറ്റർമെന്റ് എന്നാണ് പറയേണ്ടത്. കാരണം പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് കഴിയുന്നതിലൂടെ നമുക്ക് ഫിസിക്കലി ഉള്ള ഒരു ഡിസ്കംഫർട്ട് ഒക്കെ മാറി കിട്ടും. പിന്നെ അതല്ല ഇവിടുത്തെ ഒരു കാം ആൻഡ് സൂതിങ് അറ്റ്മോസ്ഫിയർ അത് പറയേണ്ടതായിട്ടുണ്ട്. കാരണം നല്ല ഒരു നാച്ചുറാലിറ്റി ഫീലാണ്. നമുക്ക് കുറെ മരങ്ങൾക്കിടയിൽ എന്താ പറയാ നല്ല ശുദ്ധമായ കാറ്റ് കിട്ടുന്നു. അപ്പൊ അത് മാത്രമല്ല ഒരു സോളിറ്റ്യൂഡ് നമ്മൾ അനുഭവിക്കുന്നത്. ഒറ്റയ്ക്കാണ് ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യേണ്ടത്. പക്ഷെ എങ്കിൽ പോലും ഇവരുടെയൊക്കെ ഒരു കോർഡിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിൽ വരുന്നവർക്ക് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. പിന്നെ ഇപ്പൊ ഞാൻ നല്ല അതായത് എനിക്ക് ആ കാലിന്റെ വേദന മാറി. പിന്നെ തലയിൽ ചെറിയ ഡാൻഡ്രഫിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അത് നന്നായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഫുൾ ബോഡി നല്ലൊരു എന്താ പറയാ റിലാക്സേഷൻ, ഒരു റിലീഫാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഉറക്കം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ ഇപ്പൊ നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. എല്ലാവരും അതായത് നമുക്ക് എന്താ പറയാ നല്ല വിശ്വസിച്ച് വരാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലാണിത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ കൗൺസിലിംഗ് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്, പ്രസവ ശുശ്രൂഷ അതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വേണ്ടവര് ഈ ഹോസ്പിറ്റലിലേക്ക് വന്നാല് നല്ല അനുഭവമായിരിക്കും ഉണ്ടാവുക. എനിക്ക് എന്തായാലും നല്ല സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പൊ ഇന്ന് ഡിസ്ചാർജ് ആണ്. അപ്പൊ അതിന് മുമ്പായിട്ട് എനിക്ക് എന്റെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന്, അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്.